നമ്മുടെ കുട്ടികളെ ബിസിനസ് ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള എക്കോസിസ്റ്റം ഒരു സഭ ഉണ്ടാക്കി കൊടുക്കാൻ മുമ്പോട്ട് വരണം. അവരെ ബിസിനസ് പഠിപ്പിക്കണം. ബിസിനസ്സിൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ ടെസ്റ്റ് മണീസ് അവരെ കേൾപ്പിക്കണം. എങ്ങനെ അവരുടെ ബിസിനസ്സിൽ കർത്താവ് കൂടെ നിന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരറിയട്ടെ. അവർക്കൊരു എൻകറേജ്മെൻ്റ് ഉണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ വരുന്ന തലമുറകൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ റേസ് ചെയ്യാൻ നമുക്ക് കഴിയൂ. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാം. ആ ഇനിഷ്യേറ്റീവ് സഭകളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ, വീട്ടിൽ നിന്ന് ആരംഭിക്കട്ടെ. മറിച്ച് നമ്മൾ ദൈവം സമ്പത്തിനെതിരാണ്, ദൈവം ബിസിനസ്സിനെതിരാണ്, ദൈവം പ്രോസ്പെരിറ്റിക്കെതിരാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അറിയാതെ നമ്മളും നമ്മുടെ കുട്ടികളും ശാപത്തിലും ദാരിദ്ര്യത്തിലുമായി പോകും. ഒരു തലമുറ തന്നെ ഒന്നുമില്ലാതായി പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് ബിസിനസ് ചെയ്യാനും ഓൺടർപ്രണേഴ്സായിട്ട് വളരാനും ആവശ്യമായ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ, സ്പിരിച്വൽ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനാവുന്നതെല്ലാം സഭകൾക്കും നമുക്കും ചെയ്യാം. ബിക്കോസ് വി നീഡ് എ ബ്ലെസ്ഡ് ജനറേഷൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനറേഷൻ നമുക്ക് ആവശ്യമാണ്. എസ്പെഷ്യലി സാമ്പത്തികമായി വളരെ ഉന്നമനത്തിൽ നിൽക്കുന്ന, സഭയ്ക്ക് കൊടുക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി സമ്പത്ത് കൊടുക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജനറേഷനെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു ജനറേഷൻ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ബിസിനസ് ചെയ്യാൻ അവരെ നമ്മൾ എൻകറേജ് ചെയ്യണമെന്നുള്ളതാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നോക്കുമ്പോൾ അവർക്ക് അതിനാവശ്യമായ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ്. നീ ജോലി ചെയ്താൽ മതി, നീ ജോലിക്ക് പോയാൽ മതി, ദൈവം സമ്പത്തിനെതിരാണ്, ദൈവം ബിസിനസ്സിനെതിരാണ് എന്നുള്ള പ്രസംഗങ്ങൾ പറഞ്ഞ് ഒരു ജനറേഷനെ മുഴുവനും ദാരിദ്ര്യത്തിലും ശാപത്തിന് കീഴിലാക്കുന്നതിന് പകരം നീ ബിസിനസ് ചെയ്താൽ നിന്റെ കൂടെ ദൈവം നിൽക്കും. നിന്നെക്കൊണ്ട് ലോകത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറാൻ കഴിയുമെന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികളെ, യൗവനക്കാരെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നില്ല എങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് ജനറേഷനെ ശാപത്തിലും ദാരിദ്ര്യത്തിലും കാണേണ്ടി വരും. സോ അതിന് ഈ വീഡിയോ കേൾക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ നിൽക്കുന്നവരൊക്കെ ഒരു സ്റ്റെപ്പ് വെക്കണമെന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദർ ഇസ് നോ ഇൻറ്റൻഷൻ. ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ അനുഗ്രഹവും സമ്പത്തും ഉയർച്ചയും സമാധാനവും എല്ലാ ബ്ലെസ്സിങ്സും എല്ലാവരുടെയും കുടുംബങ്ങളിലും എല്ലാവരുടെയും വീടുകളിലും ചർച്ചകളിലും ചെല്ലണം എന്നുള്ളതാണ്. ഗോഡ് ബ്ലെസ് യു.